പാർവതി വീട്ടിൽ നിന്ന് വിളിച്ചിറക്കുമ്പോ നിങ്ങൾ ഫേസ് ചെയ്ത അതേ സിറ്റുവേഷൻ അതാ ഇപ്പൊ ഞങ്ങൾ ഫേസ് ചെയ്യുന്നത്. നാട്ടിൽ നിന്നാ തല്ലല്ല കൊല്ലു തന്നെ ചെയ്യും. പ്രേമിച്ച് കല്യാണം കഴിച്ച് താമസിക്കാൻ പറ്റിയ ബെസ്റ്റ് സ്ഥലം ബോംബെ ആണെന്നല്ലേ നീ പറയാറ്? പിന്നെ നിന്റെ ഒരു മേൽനോട്ടം കിട്ടും അല്ലേ? അത് തന്നെ ഇങ്ങോട്ട് പോകുന്നത് നേരിട്ട് കണ്ട് സർപ്രൈസ് ആയിട്ട് കാര്യങ്ങൾ പറയാന്ന് വിചാരിച്ചു. ഇവര് 2 മാസം ഇവിടെ നിൽക്കട്ടെ, നിങ്ങളുടെ സ്നേഹവും സന്തോഷവും ഒക്കെ കണ്ട് 2 മാസം കൊണ്ട് ഇവര് ജീവിതം എന്താണെന്നൊന്ന് പഠിക്കട്ടെ. 2 മാസോ? എന്ത് കുറഞ്ഞു പോയോ? അതല്ല, എന്നാ ഞങ്ങള് നിങ്ങളോട് ഇതുവരെ ഒന്നും പറഞ്ഞില്ലെന്നേ ഉള്ളൂ. ഇത് നമ്മുടെ പഴയ ബോംബെയിലടാ. എന്ത് പെയിന്റ് ചെയ്താ? ഇവിടെ മറാത്തി സേന എന്ന് പറഞ്ഞിട്ടൊരു ഭയങ്കര സംഘമുണ്ട്. മലയാളികളെന്ന് പറയുന്നതന്നെ ഇവർക്ക് ഭയങ്കര ചതുർത്ഥിയാണ്. മലയാളികളെന്ന് മുഴുവൻ പറയൂല, മദ്രാസി അങ്ങനെ പറയുന്നത്. ഞങ്ങള് തന്നെ ബീഹാറിൽ നിന്ന് വന്ന ഖനിത്തൊഴിലാളിയാണെന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ ജീവിക്കുന്നത്. ബീഹാറിലെ ഖനി തൊഴിലാളികൾ നിങ്ങൾ 2 ആളും കണ്ടാലും തോന്നും. അല്ല, ഈ മറാത്തി സേനക്കാർ അത്ര വിവരമുള്ള ആൾക്കാരൊന്നുമല്ല. അവര് കനിത്തൊഴിലാളികളെ കണ്ടിട്ടൊന്നും ഉണ്ടാവില്ല. ഖനിത്തൊഴിലാളികളെ കണ്ടിട്ടില്ല. മലയാളികളെ തല്ലുന്ന മറാത്തികളോ? അതേത് മറാത്തികള് കണ്ടിട്ടുള്ള ബംഗാളികളുടെ കയ്യിൽ നിന്ന് കൊണ്ടേ പോരെ നാട്ടിൽ. അന്ന് എനിക്ക് മാത്രമല്ലല്ലോ, നിനക്ക് ഇവനും ചെവിക്കലുളക്കണ കിട്ടിയല്ല. എനിക്ക് 2 നാട്ടില് നീയൊന്നും ഒട്ടും മാറിയിട്ടില്ലല്ലേ? ആ ഒരു ചേഞ്ചിന് വേണ്ടിയല്ലേ നമ്മൾ ബോംബെ വരെ വന്നേ. ഇതാണ് ഞാൻ പറഞ്ഞത്, ഞങ്ങളെല്ലാവരുടെ കൂടി കഴിഞ്ഞ ആകെ ഒരു ബഹള ചിരിയും കളിയും. എങ്ങനെയുണ്ട്? എന്നാലും ഇത്ര ലൈവ്ലി ആയിരിക്കും ഞാൻ വിചാരിച്ചില്ല. ശരിക്കും നിങ്ങളെ 2 പേരും മിസ് ചെയ്തു ഞങ്ങളും. എന്നാ പിന്നെ നമുക്ക് എല്ലാവർക്കും കൂടി അങ്ങ് ഇവിടെ കൂടിക്കൂടെ? വേണ്ട വേണ്ട, അവസാനം ഹിന്ദി പഠിക്കാനും പറ്റൂല, ഉള്ള മലയാളം മറന്നു, ലാസ്റ്റ് നാട്ടിൽ ചെന്ന് ഊമയായിട്ട് നടക്കാൻ. അതെ, എന്തിനാ പറയാ? നിങ്ങൾ പ്രേമിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ഒരുപാട് അടി കൊണ്ടതല്ലേ? പക്ഷേ നിങ്ങളുടെ ഈ സ്നേഹം കാണുമ്പോ അന്ന് കിട്ടിയതൊന്നും പോരായിരുന്നു എന്ന് തോന്നുന്നു. എനിക്ക് മതിയായി എന്റെ അമ്മോ. ഇനി എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് ഒരു കുഞ്ഞും കൂടെ ഉണ്ടായ എല്ലാം ഓക്കെ. സാറയുടെ അപ്പച്ചന്റെ അമ്മച്ചിയുടെയും പിണക്കവും ദേഷ്യവും ഒക്കെ തീരുകയും ചെയ്യും. ഇനിയുള്ള കാലം ഇവിടെ ഇങ്ങനെ ഒളിച്ചു പേടിച്ച് താമസിക്കുകയും വേണ്ട. ഇവൻ പറഞ്ഞതുപോലെ നിനക്കും സാറയ്ക്കും കുഞ്ഞുണ്ടായ അയ്യോ എന്റെ അമ്മ. யாருக்கு குழந்தை பிறக்கணும்? അതാവത് ചെൽവി, ഇവർക്ക് കൊച്ചുങ്ങൾ കുളന്തകൾ വേണമെന്ന് നീയും കൂടി ചൊല്ലണം, എത്രയും പെട്ടെന്ന് ഇവർക്ക് കൊച്ചുങ്ങൾ ജനിക്കാൻ വേണ്ടി. என்ன இவங்க 2 பேருக்குமா? ആമാ, என்னடா அரசு மூட்டை வாய்க்கு வந்து எல்லாம் பேசுற? உனக்கு பொண்டாட்டி குழந்தை ஒன்னும் இல்லையா? பாவ அக்காவே என்னோட சார்னே சேர்த்து இந்த மாதிரி தப்பா விஷயம் ஏதாவது பேசுன மட சாம்பிராணி உன்னை செருப்பு போட்டு அடிச்சிடுவேன். ഓടിക്കോടാ. அவங்களுக்கு குழந்தை பிறக்கணுமா? തീർന്നാ? എന്നാടി പൈത്യക്കാർ മൊട്ടാളത്തി അറിവുകെട്ട മുണ്ടം ഭാര്യ ഭർത്താവുമായ കൊച്ചുങ്ങളുണ്ടാകുന്ന തപ്പാണ് നടത്തി കൊടുമാക്കാരി. നീയും കൂടി സപ്പോർട്ട് പണി ഇതൊക്കെ മുന്നാടി അവർക്ക് കൊച്ചുങ്ങൾ ഉണ്ടാകാൻ വേണ്ടതല്ലേടി? 1 വർഷമായിട്ട് കല്യാണം കഴിഞ്ഞിട്ട് അറിയോ നിനക്ക് ഇതുവരെ കൊച്ചുങ്ങൾ ഉണ്ടാക്കാൻ നേരം കിട്ടിയില്ലെന്ന് വെച്ചാ? ഇനി നീ പറ, கல்யாணம் பண்ணியா இவங்களா? ഇതെന്തരടി ഈ പെണ്ണൊന്നും അറിഞ്ഞുകൂടാത്ത കണക്ക്? അത് പുതിയ കുട്ടി ആയതുകൊണ്ടാ. ഇതൊക്കെ മനസ്സിലാക്കാൻ പുതിയതൊന്നോ പഴയൊന്നോ ഉണ്ടോ? നോക്കിയും കണ്ടുമൊക്കെ പെരുമാറണം. വെറുതെ എന്റെ കുറെ ഡയലോഗും വേസ്റ്റായി ഈ ചായയും തണുത്ത്. നമസ്കാരം. ഞാൻ എന്തെങ്കിലും പ്രശ്നം? ഒന്നുമില്ല, ഒരു പ്രശ്നമില്ല. ഇന്ന് രാവിലെ ജോലിക്ക് വന്ന കുട്ടി, അവർക്ക് എങ്ങനെയാ ഞങ്ങൾ ഹസ്ബൻഡും വൈഫ് പോണെന്ന്? സോറി ഷെൽവി, ഞങ്ങൾ തമ്മിൽ പ്രോബ്ലംസ്, ഡിവോഴ്സ് നോട്ടീസ് കൊടുത്തിരിക്കുക. അതൊന്നും നീ അറിയാതിരിക്കാനായിട്ടാ. വേറൊരു പൊണ്ണുടെ പുരുഷനെ கொஞ்ச நாளா என் மனசு தப்பு தப்பா நினைச்சிட்டு இருந்தேன். பெரிய தப்பு, சாமி கோவிச்சிடுவாரு. அதான் எனக்கு. വേറെ പൊണ്ണിന്റെ പുരുഷനാ അയാൾ? ഇപ്പോ എനക്ക് യാരുമല്ലേ. அப்படி சொல்லக்கூடாதக்கா. ഒരു പൊണ്ണുക്ക് ഒരു പുരുഷൻ, அதுதான் கடவுள் நிச்சயம். അപ്പൊ ആ പുരുഷനുക്ക് ഒരുപാട് പൊണ്ണുങ്ങളാകാമോ? அந்த சாரா நிறைய பொண்ணுங்களா? நம்பவே முடியல. என்னையே சாரு சரியா பார்த்ததே இல்ல. அந்த சாரு சரியா பார்க்கணுங்கிலே ജീൻസും ടോപ്പൊക്കെ ഇട്ടിട്ട് വരണം. ജീൻസും ടോപ്പും പോട്ടാ പിടിക്കുമാ? മിനിമം അതെങ്കിലും വേണം. ഇവളത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞ പറഞ്ഞു. അവർക്ക് മുന്നാടി നമ്മ ഹസ്ബൻഡ് ആൻഡ് വൈഫ് അടിഞ്ചു പിരിഞ്ഞതില്ലേ? ഓക്കെ, அவங்க முன்னாடி மட்டும் എന്നുവെച്ചാ അതെന്തേലും അവന്മാര് ബോംബെ വിടുന്നവരെ നമ്മൾ അഭിനയിച്ചേ പറ്റൂ, അറിയാലോ.
ജീവനും ജീവിതവും പണയപ്പെടുത്തി നമ്മൾ ഒരുമിപ്പിക്കാൻ നിന്നവന്മാര്. ഇത് വല്ലതും അവന്മാർ അറിഞ്ഞാ നമ്മൾ രണ്ടെണ്ണത്തിനെയും കുഴിച്ചു മൂടിയിട്ട് ഇവിടുന്ന് പോകും. ഒരുമിച്ച് നിൽക്കാൻ റെഡിയാണോ? എനിക്കൊന്ന് ആലോചിക്കണം. നിനക്കങ്ങനെ ആലോചിച്ച് സ്ക്രിപ്റ്റ് എഴുതാനും സമയമല്ല, ഇപ്പൊ തീരുമാനിക്കണം. ഏത് നേരത്താണോ എന്തെങ്കിലും ചെയ്യും. എവിടെ ഞാൻ എങ്ങനെ പ്രേമിച്ചു ഈശ്വര. நீங்க நல்லா நடிக்கிறாங்க விஜய் மாதிரி. അസിൻ കഴിക്കാൻ വല്ല ഉണ്ടാക്ക്. அசினா நானா? കേറി വാ, പൊങ്ങ്, ചാട് മേളിലോട്ട്, ചാടി നെഞ്ചി ചവിട്ട്, ഓടിപ്പിടി. ഡാ, അത് വർക്ക് ചെയ്യില്ല. നമുക്കന്നാ ഇനി പോയി കിടന്നാലോ? നിനക്കൊന്നും ഉറക്കമില്ലേടേ? ഒരു കാര്യം ചെയ്യ്, പെണ്ണുങ്ങൾ രണ്ടുപേരും ബെഡ്റൂമിൽ കിടക്കട്ടെ, നമുക്കിവിടെ സോഫയിലും തറയിലോട്ട് കിടക്കാം. ആ പരിപാടി നടക്കത്തില്ല. ഞങ്ങള് കാരണം നിങ്ങളുടെ സന്തോഷകരമായ അവസ്ഥയ്ക്ക് ഒരു ബുദ്ധിമുട്ടും വരാൻ പാടില്ല. അവസ്ഥ നിങ്ങൾ അകത്ത് പോയി കിടക്ക്, ഞങ്ങൾ ഇവിടെ എവിടെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്തോളാം. ഞാനും പാറും ബെഡ്റൂമിൽ കിടക്കാം. അതെ. അല്ലെങ്കിൽ നിങ്ങൾ രണ്ടുപേരകത്ത് പോയി കിടന്നോളൂ. അത് നടക്കില്ല. നമ്മളൊരു വീട്ടിൽ ചെല്ലുമ്പോൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് അവിടുത്തെ ചില രീതികൾ പൊളിക്കാതിരിക്കുക എന്നുള്ളതാണ്. അല്ലടാ? എന്തോന്നടേ വെറുതെ ഫോർമാലിറ്റി ഒക്കെ. ഫോർമാലിറ്റി ഒന്നും വേണ്ടെന്നാ ഞാനും പറയുന്നത്. കാര്യങ്ങളൊക്കെ മുൻകൂട്ടി കണ്ടിട്ട് ഞാൻ മാധവട്ടോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ഇന്ന് പുള്ളിയുടെ ഫ്ലാറ്റിൽ കിടക്കുന്നത്. ഗുഡ് നൈറ്റ്. ഫ്ലാറ്റിൽ പോകണ്ട. ഒരു പെണ്ണിനെ കിട്ടിയപ്പോ ഒരു ജാട. ഒരു കാര്യം ചെയ്യ്, നിങ്ങൾ രണ്ടുപേരും സെൽവിയുടെ കൂടെ കിടക്കുക. അല്ല ഇവിടെ നമ്മൾ രണ്ടുപേരും ഇവിടെ കിടക്കാം. ഇവര് രണ്ടുപേരും അവിടെ കിടക്കട്ടെ. അയ്യേടാ, ചെല്ലിപ്പോ പോയി കിടന്നുറങ്ങടാ. അല്ലല്ലേ, ഞാൻ പറയുന്നത് തള്ളല്ലേ പറയുന്നത്. എനിക്ക് ആദ്യം ഭയങ്കര ഈസിയാണ്. പറയുന്ന കേക്ക് നീ. ഇന്നൊരു ദിവസത്തേക്കല്ലേ നമുക്ക് അടച്ചു അടച്ചു പൂട്ടി. എന്നെ നോക്കി പേടിപ്പിക്കുന്നതിന് അവന്മാരല്ലേ പൂട്ടിയത്? ആ മനുഷ്യൻ ഉറങ്ങണം. ഉറങ്ങണ്ടെന്ന് ഇവിടെ ആരെങ്കിലും പറഞ്ഞോ? ഇങ്ങനെ പ്രകോപനപരമായ രീതിയിൽ പെരുമാറിയാൽ എനിക്ക് ഉറക്കം വരാറില്ല. മുടി ചീകുന്നത് എങ്ങനെ പ്രകോപനപരമാകും? നീ കാലെടുത്ത് തലയുടെ മണ്ടയിൽ വെച്ചിട്ടാണോ സാധാരണ മുടി ചെയ്യാറുള്ളത്? എന്റെ മുറി, എന്റെ കട്ടിൽ, എന്റെ തലമുടി, എന്റെ ചീപ്പ്. ഞാൻ വേണമെങ്കിൽ തലകുത്തി നിന്ന് മുടി ചീകും. എന്താ? അയ്യോ. മനസ്സിനെ നിയന്ത്രിക്കണം, മരവിപ്പിക്കണം, ഡ്രൈ ആക്കണം. ശരീരത്തിന്റെ ആവശ്യങ്ങൾ ഒരിക്കലും മനസ്സിനെ ബാധിക്കാൻ പാടില്ല. മനുഷ്യ ശരീരം എന്ന് പറഞ്ഞാൽ കോശങ്ങളുടെ ഒരു കൂട്ടമാണ്. ഉള്ളിൽ വൻകുടൽ, ചെറുകുടൽ, പിന്നെ അനേകം വൃത്തികെട്ട അവയവങ്ങളുമുണ്ട്. പിന്നെ ശരീരത്തിനുള്ളിൽ 206 അസ്ഥികളുമുണ്ട്. വൃത്തികെട്ട ഒരു സാധനമാണ് മനുഷ്യൻ, പ്രത്യേകിച്ചും സ്ത്രീ. സ്ത്രീയുടേതാണ് ഏറ്റവും വൃത്തികെട്ട ശരീരം. മോഹിക്കൽ, ഒരിക്കലും മോഹിക്കരുത്. ഒരു കാര്യമില്ല. ആ ലൈറ്റ് എങ്കിലും ഓഫാക്കോ പ്ലീസ്. എന്നെ ഇങ്ങനെ നോക്കല്ലേ കർത്താവ്, എന്നെ എങ്ങനെയെങ്കിലും ഉറക്കി തരണേ. யாரு? ഞാൻ താൻ ചെൽവി. நீங்களா? இந்த நேரத்தா? என்ன தண்ணி வேணுமா? ചെൽവിക്ക് എങ്ങനെ മനസ്സിലായി? ஆளை பார்த்த உடனே புரிஞ்சுது. தண்ணி அந்த ஃப்ரிட்ஜுக்குள்ள இருக்கு. செல்வி, நீ நல்லா அழகு, ரொம்ப சௌந்தரியம் இருக்கு. அதுக்கு നമുക്ക് கல்யாணம் பண்ணலாம். ஆனா நீ அழகில்லை, குரங்கு மாதிரி இருக்கு. இத பாரு. ஐயாமே மங்கி. ஐயே. அப்போ எப்படி கல்யாணம் பண்ணுவே? செல்வி,
നീ ഇതാരോടും പറയരുത്. എന്നെ ഞാൻ കുരങ്ങനെ പോലെ ഇരിക്കുന്നെന്ന്. തിരുട്ടു മൂഞ്ചി രാത്രി 12 മണി നേരത്തേക്ക് കല്യാണം பண்ணவா போங்க. இந்த செல்வி யாருன்னு உனக்கு தெரியாது. തെരിയും തെറി വിളിക്കല്ലേ ചെൽവി. கல்யாணம் பண்ணணுமா? വേണ്ട. போங்க. മര്യാദയ്ക്ക് മുത്തുച്ചിപ്പിയും വായിച്ചോണ്ട് അവിടെ കിടന്നാ മതിയായിരുന്നു. കല്യാണം മുടങ്ങി അല്ലേ? ഉം.